ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെറുപയർ തോരനാണ്. ഞാൻ ഹസീന നാസർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. പുട്ടിനും ചോറിനും കഞ്ഞിക്കും എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി ചെറുപയർ തോരൻ്റെ റെസിപ്പിയാണ് ഇത്. ചെറുപയർ കൊണ്ട് എങ്ങനെയാണ് തോരൻ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഒരു കപ്പ് ചെറുപയറെ തലേദിവസം വെള്ളത്തിൽ കുതിരാൻ ഞാൻ ഇട്ടിരുന്നേ. ഇതിനി ഒരു 2-3 പ്രാവശ്യം കഴുകിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. 3 ലിറ്ററിൻ്റെ ഒരു ചെറിയ കുക്കറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലോട്ട് കഴുകിയ പയർ ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് പയർ വേകുന്നതിനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കുതിർന്ന പയറായതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. പയറിൻ്റെ മേളിൽ നിൽക്കുന്ന പോലെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പയറിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും കുക്കർ അടച്ച് ഒരു 4 വിസിൽ വരുന്നിടം വരെ സ്റ്റൗവിൽ വെച്ച് വേവിച്ചെടുക്കാം. 4 വിസിലടിച്ചപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തായിരുന്നേ. എയറെല്ലാം പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം. പയറെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പയറിൽ ചേർക്കാനായിട്ട് ഒരു അരപ്പ് റെഡിയാക്കണം. അതിനായിട്ട് 3/4 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 4 പച്ചമുളകും 3-4 അല്ലി വെളുത്തുള്ളിയും ചെറിയ ഒരു സവാള കഷ്ണങ്ങളാക്കിയതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം മിക്സിയിലൊന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തുകൊണ്ട് വരാം. അരഞ്ഞു പോകരുത്, തരിയരിപ്പോട് കൂടി ചതച്ചെടുത്താൽ മതി. തേങ്ങ മിക്സിയിലൊന്ന് ചതച്ചെടുത്ത ശേഷം അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ 2-3 വറ്റൽ മുളക് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് മൂത്ത് കിട്ടുന്നിടം വരെ ഇളക്കി കൊടുക്കാം. മുളകും കറിവേപ്പിലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സിയിൽ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചതച്ചത് ഇട്ട് കൊടുത്ത ശേഷം ജാറ് കഴുകിയ ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയിലെ വെള്ളമെല്ലാം പറ്റി അതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുന്നിടം വരെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. മൂന്നാല് മിനിറ്റ് കൊണ്ട് തേങ്ങയിലെ വെള്ളമെല്ലാം പറ്റി തേങ്ങ ഒന്ന് വെന്ത് അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. പയർ വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വേകാതെ കല്ല് പോലെ കിടക്കുന്ന പയർ കൊണ്ട് തോരൻ വെച്ചാൽ കഴിക്കാനൊരു ടേസ്റ്റ് കാണത്തില്ല. അതേസമയം വെന്ത് നല്ല സോഫ്റ്റായ പയർ വെച്ച് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കൂട്ടി കഴിക്കാനായിട്ട്. പയറും തേങ്ങാപ്പീരയും എല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ആകുന്നത് പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് ആവി കയറുന്നതിനായിട്ട് ഫ്ലെയിം ഇച്ചിരി കൂട്ടി വെച്ച് കൊടുക്കാം. അടച്ച് വെക്കണമെന്നില്ല, തുറന്ന് തന്നെ വെച്ചാൽ മതി. കാരണം പയറും തേങ്ങാപ്പീരയും ഒക്കെ വെന്തതാണല്ലോ. പിന്നെ നല്ലവണ്ണം ഒന്ന് ചൂടായി ആവി കയറി വന്നാൽ മതി. ഇടയ്ക്ക് 1-2 പ്രാവശ്യം പയറെ അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കണേ. ചോറിനും പുട്ടിനും എല്ലാം പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് ഈ ചെറുപയർ തോരൻ. മാത്രമല്ല ചെറുപയർ ആയതുകൊണ്ട് വളരെയധികം ഹെൽത്തിയുമാണ്. കുട്ടികൾക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിട്ടാൽ അവർ താല്പര്യത്തോടു കൂടി തന്നെ കഴിച്ചുകൊള്ളും. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം താങ്ക്സ് പറയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. നിങ്ങളും ഇതുപോലെയാണ് ചെറുപയർ തോരൻ വെക്കാറുള്ളത്? അല്ലാത്തവർ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.